ആരാണ് തെറ്റുകൾ ചെയ്യാത്തത്? എല്ലാവരും തെറ്റുകൾ ചെയ്യും. ആരും തെറ്റ് ചെയ്യാതൊന്നും ഇരിക്കില്ല. വീണ്ടും ആവർത്തിക്കരുതെന്നുള്ളൂ. തെറ്റുകൾ ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമ്മൾ പേടിച്ചിട്ട് റൂമിലിരിക്കുക. അതിന് ഡിപ്രഷൻ അടിച്ചിട്ട് അയ്യോ ഞാൻ തെറ്റുകൾ ചെയ്തു അതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളായി എന്ന് പറഞ്ഞ് പേടിച്ചിരിക്കാം. അങ്ങനെ പാടില്ല. എല്ലാവരും തെറ്റുകൾ ചെയ്യും. അത് ഈശ്വരൻ നന്നേ അറിയാം. എല്ലാ തെറ്റിനും ഒരു പരിഹാരമുണ്ട്. നമ്മൾ അതുകൊണ്ടല്ലേ പ്രാർത്ഥിക്കുന്നത്, ഈശ്വര അറിഞ്ഞും മര്യാദയും ചെയ്ത തെറ്റുകളെല്ലാം ക്ഷമിക്കണമേ, പൊറുക്കണമേ, നേർവഴിക്ക് നയിക്കണമേ എന്നൊക്കെ. പിന്നെന്താണ്? ചില അറിഞ്ഞ് ചെയ്യുന്നപ്പോൾ നമ്മൾ എക്സാമ്പിൾ നോക്കൂ, ഒരുപോലെ സ്റ്റെപ്പ് ഇറങ്ങാൻ എന്തെങ്കിലും പോവായിരിക്കും. ചിലപ്പോൾ നമുക്കറിയാം ചിലപ്പോൾ വീഴുമെന്നൊരു പേടി ഉണ്ടാവും. ചിലപ്പോൾ അറിയാതെ വീഴും. വീണെന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ തന്നെ ഇരിക്കുമോ? ഇല്ല, നമ്മൾ എണീക്കും. എണീച്ചിട്ട് മെല്ലെ മെല്ലെ ആണെങ്കിൽ ആദ്യം മെല്ലെ മെല്ലെ നടക്കും, പിന്നീട് ഫാസ്റ്റായി നടക്കും. നമുക്ക് ചില തെറ്റാണെന്നുള്ള അറിയാം. ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്താണെങ്കിൽ മിക്ക ആൾക്കാരും ഇത് ചെയ്തിട്ടുണ്ടാവും. ക്ലാസ് കട്ട് ചെയ്തിട്ട് സിനിമയ്ക്ക് പോകുന്നു. ചിലവർ അറിഞ്ഞിട്ട് ഫ്രണ്ട്സിന്റെ കൂടെ പോകും. ചിലവർക്ക് അറിയാം അയ്യോ പക്ഷേ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് പോകാതിരിക്കാൻ സാധിക്കില്ല. ആ ക്ലാസ് കട്ട് ചെയ്തിട്ട് പോകുന്ന തനിച്ചിട്ട് പിന്നീട് കാര്യം വീട്ടിൽ മനസ്സിൽ ഒരുപാട് കാര്യം അയ്യോ കുറ്റബോധം ഒരുപാടുണ്ടാവും. ആ വിദ്യാർത്ഥി എന്ത് ചെയ്യും? മനസ്സുകൊണ്ട് ഈശ്വരനോട് പ്രാർത്ഥിക്കും, മനസ്സുകൊണ്ട് അച്ഛനമ്മനോട് മാപ്പ് പറയും, മനസ്സുകൊണ്ട് ഈശ്വരനോടെല്ലാം മാപ്പ് പറഞ്ഞ് വീണ്ടും ആവർത്തിക്കാതെ പോകും. അങ്ങനെ തന്നെയാണ് നമ്മളും ചെയ്യേണ്ടത്. ജീവിതത്തിൽ എന്ത് തന്നെ പ്രശ്നങ്ങളായാലും എന്ത് തന്നെ തെറ്റുകളാണ് ചെയ്തെങ്കിലും പിന്നീട് അത് ആവർത്തിക്കരുത്. എല്ലാ മാപ്പും നമ്മുടെ ഈശ്വരനോട് കൊടുക്കും. ഈശ്വര ഇനി ഞാൻ ചെയ്യുന്നു, അത് ആവർത്തിക്കരുത്. പിന്നെ ഈശ്വരനോട് ഒരു തവണ മാപ്പ് പറഞ്ഞാല് പിന്നീട് അത് ആവർത്തിക്കരുത്. ആവർത്തിച്ച് കഴിഞ്ഞാൽ പിന്നെ നല്ലൊരു പട്ടിയാണ് ഈശ്വരൻ തരിക. അതുകൊണ്ട് ഒരിക്കലും ഈശ്വരനോട് മാപ്പ് പറയാം. കാരണം നമ്മുടെ ഏറ്റവും നല്ല മിത്രവും നമ്മുടെ ശത്രു എന്ന് പറയുന്നത് നമ്മുടെ മനസ്സാണ്. നമ്മൾ ഒരു നെഗറ്റീവ് ഒരു തെറ്റുകൾ ചെയ്ത് നിർത്തിയിട്ട് നമ്മൾ വീണ്ടും നല്ല രീതിയിൽ പോകുമ്പോൾ നമ്മുടെ മൊത്തം കൊണ്ട് വിളിക്കും. 99.9% ഫുൾ നെഗറ്റീവ് ആയിരിക്കും നമ്മൾക്ക് തരുന്നത്. നമ്മൾ വീണ്ടും പഴയ തെറ്റുകളെക്കാട്ട് കൂടുതൽ തെറ്റുകൾ ചെയ്ത് നമ്മുടെ മനസ്സിനെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. കാരണം നമ്മൾ തെറ്റുകൾ നിർത്തി എന്ന് പറഞ്ഞ് ഈശ്വര പ്രാർത്ഥന എപ്പോൾ തുടങ്ങുന്നു നമ്മുടെ മനസ്സിലുള്ള നെഗറ്റീവ് എല്ലാം വരും, കൂടുതൽ വരും. അത് ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നെഗറ്റീവ് തിങ്കിങ് ഒരുപാട് വരും. അതങ്ങനെയല്ല. കാരണം ഈശ്വരനാമം ഉള്ളിൽ പോകുമ്പോൾ നെഗറ്റീവുകൾ പുറത്തു വരും. അതുപോലെയാണിത്. നമ്മുടെ ഒരു കാര്യം നിർത്തി, ആ തെറ്റുകൾ നിർത്തി എന്ന മനസ്സിൽ എപ്പോൾ തീരുമാനിക്കുന്നോ കൂടുതൽ പ്രേരിപ്പിക്കും മനസ്സ്. അപ്പൊ അതിന് ഈശ്വരനാമം മാത്രമേ ഉള്ളൂ. അവരവരുടെ വിശ്വാസത്തിൽ ഈശ്വര പ്രാർത്ഥന ചെയ്യാം. മനസ്സവറിന് ഈശ്വരനെ വിളിച്ചുകൊണ്ടേയിരിക്കുക. മനസ്സ് വിളിച്ചോട്ടെ. നമ്മുടെ ചെയ്താലും പ്രാർത്ഥന എത്ര വരുന്നുണ്ടോ അത് പേടിക്കും. കാരണം നമ്മുടെ മനസ്സ് പേടിക്കുന്നത്, ഈ നെഗറ്റീവ് തിങ്കിങ് പേടിക്കുന്നത് ഈശ്വരനെ മാത്രമേ ഉള്ളൂ, ഈശ്വര പ്രാർത്ഥനകൾ മാത്രമേ ഉള്ളൂ. കാരണം അത് പേടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഈശ്വരനാമം ചെല്ലുമ്പോൾ ഓട്ടോമാറ്റിക് നമുക്കൊരു പവർ കിട്ടും. അത് പേടിക്കും, നമ്മൾ കൺട്രോൾ ചെയ്യും. ഭയങ്കരമായിട്ട് നമ്മൾ കൺട്രോൾ ചെയ്യും മനസ്സിന്. ഇപ്പൊ ഈശ്വര പ്രാർത്ഥന ചെയ്യുക, അവരുടെ വിശ്വാസത്തിലുള്ള പ്രാർത്ഥനകൾ ചെയ്യുക, നേർവഴിക്ക് നോക്കുക, മനസ്സിനെല്ലാം ചെറുതായിട്ടൊന്ന് കൺട്രോൾ വെച്ചിട്ട് പോയിക്കൊണ്ടേയിരിക്കും. അതിൽ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡെസ്പായിട്ട് ഡിപ്രഷൻ അടിച്ചിരിക്കുക. കാരണം ഇത് ജീവിതമാണ്. എല്ലാം ഉണ്ട്, അപ്പ് ആൻഡ് ഡൗൺ എല്ലാവർക്കും വരും. തെറ്റുകൾ ചെയ്തല്ലോ എന്ന് പറഞ്ഞിട്ട് അയ്യോ കഴിഞ്ഞു എന്റെ ജീവിതം കഴിഞ്ഞു, ഒരിക്കലുമല്ല. കാരണം ദൈവം എല്ലാത്തിനും നമുക്ക് ഓപ്ഷൻ തരുന്നുണ്ടല്ലോ. ദൈവത്തിന് അറിയാം. നിങ്ങൾ ഇതിനെ പറ്റി ഡെസ്പായിട്ട് ഇരുന്നിട്ടോ അങ്ങനെ ഇരിക്കരുത്. കാരണം ഒരുപാട് പേര് ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ അടുത്ത് ഇപ്പോൾ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, ഞാൻ തെറ്റുകൾ ചെയ്തു എന്താണ് എനിക്കൊന്നും അറിയുന്നില്ല. അപ്പൊ നിന്നൊക്കെ ഞാൻ ഒരു തെറ്റിന്റെ ഏറ്റവും വലിയൊരു വേറെ ഹോസാണ് ഞാൻ. കാരണം ഞാൻ അടിച്ച വെള്ളോട്ടിയൊന്നും ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടാവില്ല. സിഗരറ്റ് വലിയ വെള്ളോട്ടി അങ്ങനെ ഹാൻഡ്സ് അങ്ങനെ ഇപ്പൊ അതെല്ലാം ഞാൻ അറിഞ്ഞില്ല എങ്ങനെ നിർത്താൻ പറ്റിയെന്നുള്ളത്. അതാണ് ഈശ്വരന്റെ ഒരു മിറാക്കളാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ പറയ വീട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നിങ്ങനെ സംസാരിക്കുന്ന രീതി ഞാൻ തന്നെയാണോ അഭിഷേക് തന്നെയാണോ എന്ന് എനിക്ക് തന്നെ ചിലപ്പോൾ ഞാൻ തോന്നിയിരുന്നു. അത് ഈശ്വരന്റെ ഒരു പവറാണത്. കാരണം നമ്മൾ ഒരു ആത്മാർത്ഥമായിട്ട് ഇനി തെറ്റുകൾ ചെയ്യില്ല, ഇനിയുള്ള ലൈഫിൽ നമ്മൾ എന്താണ് എന്നുള്ളത് സിൻസിയറായിട്ട് അങ്ങോട്ട് പോകുമ്പോൾ ഈശ്വരൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. സമയമാകും, നമ്മളെല്ലാം പെട്ടെന്ന് വേണമെന്ന് പറയില്ലല്ലോ. പക്ഷെ വളരെ റിസൾട്ട് അതിന്റെ ഭംഗിയായിരിക്കും. തെറ്റുകൾ ചെയ്തു എന്ന് പറഞ്ഞ് ഒരിക്കലും പേടിച്ച് ഡെസ്പായിരിക്കരുത്. അത് എന്റെ പഴയത് കഴിഞ്ഞു, പാസ്റ്റ്. ഈശ്വര പ്രാർത്ഥനയോടെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകും. എല്ലാവർക്കും അടിപൊളി ലൈഫ് വരട്ടെ. ഈശ്വരൻ അനുഗ്രഹിച്ചിട്ട് എല്ലാവരും ഹാപ്പി ആയിരിക്കട്ടെ, സന്തോഷമായിരിക്കും. നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഈശ്വരൻ എല്ലാവരുടെയും കൂടെയുണ്ട്. എല്ലാവരും നന്നായിരിക്കട്ടെ.